ടെക് ട്രിവാൻഡ്രം ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പെയ്ഡായിട്ടുള്ള ഒരു കോഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നും അതിൽ എങ്ങനെ എൻറോൾ ചെയ്യാമെന്നും എന്നുള്ള സ്റ്റെപ്സാണ് ഈ സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടെക് ട്രിവാൻഡ്രം ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങളുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മൈ അക്കൗണ്ടിൽ ലോഗിൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ആദ്യം. ഓക്കെ, ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആസ് യൂഷ്വൽ ഡാഷ്ബോർഡിലായിരിക്കും ലോഗിനായിട്ട് വരുന്നത്. മുമ്പത്തെ സെഷനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഹോം പേജിൽ വരിക. നമ്മൾ ഫ്രീ കോഴ്സിൽ എൻറോൾ ചെയ്ത അതേപോലെ തന്നെയാണ് ഹോം പേജിൽ വരിക. അതിനുശേഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പെയ്ഡ് കോഴ്സിൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു പെയ്ഡ് കോഴ്സാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു കാർട്ട് ഇവിടെ നിന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു തംബ്നെയിൽ ഇമേജിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഏതൊക്കെ സെഷൻസാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ആഡ് ടു കാർട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഹോം പേജിൽ നിന്ന് ആഡ് ടു കാർട്ട് കൊടുക്കുക ഒന്നുകിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നോക്കിയ ശേഷം ഇവിടെ ഇതിനകത്ത് വന്നിട്ട് ഇവിടുന്ന് ആഡ് ടു കാർട്ട് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇനി പർച്ചേസിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് വ്യൂ കാർട്ട് ഓപ്ഷൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടണിനകത്ത് തന്നെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ മെനു ബാറിൽ നിങ്ങൾക്ക് ആ ഒരു ഐറ്റം ആഡ് ചെയ്തത് എത്ര അതിൻ്റെ എമൗണ്ടും കാണിക്കും. ഒരു ഐറ്റം ആണെങ്കിൽ അത്ര ഒരു എണ്ണവും കാണിക്കും ഐറ്റത്തിൻ്റെ നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് വ്യൂ കാർട്ട് നിങ്ങൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നോ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ മുകളിൽ കണ്ട മെനു ബാറിൽ നിന്നോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്തെങ്കിലും ഓഫേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൂപ്പൺ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ആ ഒരു കൂപ്പൺ കോഡ് ഇവിടെ എൻട്രി ചെയ്യാം. അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് അത്രയും എമൗണ്ട് ഡിഡക്റ്റായി കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂപ്പൺസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ കൺഫേം ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് തന്നെയാണോ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്, എമൗണ്ട് എല്ലാം കറക്റ്റ് ആണോ എന്നുകൂടെ വെരിഫൈ ചെയ്ത ശേഷം പ്രൊസീഡ് ടു ചെക്കൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ബില്ലിംഗ് ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എക്സാമ്പിൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ബില്ലിംഗ് കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അഡ്രസ്സ് തന്നെ ഇവിടെ എൻട്രി ചെയ്യുക. അതിനുശേഷം ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത ശേഷം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് പ്ലേസ് ഓർഡർ എന്നും പറഞ്ഞൊരു ബ്ലൂ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ബാങ്കിൻ്റെ ഗേറ്റ് വേ ഇവിടെ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ആക്കി തരും. നിങ്ങൾ ഏത് മോഡ് വഴിയാണ് ഈ അതിൻ്റെ ഒരു കോഴ്സിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡ് നിങ്ങൾക്ക് മറ്റ് ഓൺലൈൻ സൈറ്റുകളിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ഒരു മോഡ്. നിങ്ങൾക്ക് കാർഡ് വഴിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാർഡ് ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാർഡ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത ശേഷം ലാസ്റ്റ് താഴെ ഒരു പേയ്മെൻറ്റ് ബട്ടൺ ഉണ്ട്. അവിടെ ആ ഒരു എമൗണ്ട് വീണ്ടും കാണിച്ചിരിക്കും. അതെല്ലാം വെരിഫൈ ചെയ്ത ശേഷം പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാങ്കിൻ്റെ പേജ് നിങ്ങൾക്ക് ഇവിടെ ലോഡ് ആവുന്നതായിരിക്കും. പേയ്മെൻറ്റിനുള്ള ഒരു പേജ് ലോഡ് ആവുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആസ് യൂഷ്വൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പോലെ ഒരു OTP നിങ്ങൾക്ക് ബാങ്കിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. ആ ഒരു OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഒരു സ്റ്റേജിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ റിഫ്രഷ് ചെയ്യുകയോ ബാക്ക് പേജിലോട്ട് ബാക്ക് ബട്ടൺ അടിക്കുകയോ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. താങ്ക് യു, യുവർ ഓർഡർ ഹാസ് ബീൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇപ്പോൾ പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു കോഴ്സ് ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാണിക്കും. നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബില്ലിംഗ് അഡ്രസ്സും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോമാറ്റിക് ഓർഡർ പ്രോസസ്സിംഗ് ആണ് നമ്മൾ എനേബിൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും വെയിറ്റിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ വീണ്ടും ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
നിങ്ങൾ ഒന്നിൽ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ തന്നെ ലോഗിനിലുള്ള ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻറോൾഡ് കോഴ്സസ് 1 എന്നുള്ളത് കാണാൻ സാധിക്കും. ആദ്യം ഇത് 0 ആയിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള എൻറോൾഡ് കോഴ്സസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു തംബ്നെയിൽ ഇമേജിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിൻ്റെ ഇന്നർ ഡീറ്റെയിൽസ് പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്നിട്ട് സ്റ്റാർട്ട് കോഴ്സ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. ആസ് യൂഷ്വൽ നിങ്ങൾ ഫ്രീ കോഴ്സസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഫ്രീ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ ഫ്രീ കോഴ്സ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെഷൻസ് എടുത്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഹോം പേജിൽ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഇവിടെ നിന്ന് കണ്ടിന്യൂ കോഴ്സ് ആയിരിക്കും ബട്ടൺ പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് പർച്ചേസ് അല്ലെങ്കിൽ ആഡ് ടു കാർട്ട് ബട്ടൺ കാണാൻ സാധിക്കില്ല, കാരണം നിങ്ങൾ ഈ ഒരു കോഴ്സ് ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെയ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഫെയിലിയർ ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ID ഇവിടെ ഞങ്ങൾ ലാസ്റ്റ് ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് എഴുതി കാണിക്കുന്നതായിരിക്കും. ആ ഒരു സപ്പോർട്ടിലോട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും നെറ്റ് കണക്ഷൻ്റെ പ്രശ്നം കാരണം ആസ് യൂഷ്വൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ പ്രൊവൈഡറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വിത്തിൻ 4 or 5 വർക്കിംഗ് ഡേയ്സ് അവരുടെ നിന്ന് റിപ്ലൈ കിട്ടിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് എന്താണ് റീഫണ്ട് വരുമെങ്കിൽ അത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ നിന്ന് റീഫണ്ട് കിട്ടും എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ആ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെയ്ഡ് കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് പേയ്മെൻ്റ് എല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു മെയിൽ ID ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും റെസിപ്റ്റും എല്ലാം നിങ്ങൾക്ക് 2 മെയിൽസിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒരു റെസിപ്റ്റായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു പെയ്ഡ് കോഴ്സിലോട്ട് എൻറോൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.